ഹായ് ഹലോ മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ, നിങ്ങളുടെ സ്നേഹത്തെ ചതിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കുന്നതായ കർമ്മ എന്താണ്? നിങ്ങളെ ചതിച്ച് മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു, നിങ്ങളുടെ സ്നേഹത്തെ സന്തോഷത്തെ തല്ലിക്കെടുത്താനായിട്ട് വന്ന് അവരുടെ നീഡ്സിന് വേണ്ടിയിട്ട് വന്ന് നിങ്ങളെ ചതിച്ച് പോയ വ്യക്തിയുടെ കർമ്മ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നത് എന്താണ്? ഓക്കെ, നിങ്ങളെ ചതിച്ച് പോയ വ്യക്തിക്ക് എന്ത് കാര്യമാണ് യൂണിവേഴ്സ് കൊടുക്കുന്നത്? ഓക്കെ, ആ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ സ്നേഹം, സത്യമായ സ്നേഹത്തെ എൻ്റെ വ്യൂവേഴ്സ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, അവരെ പേഴ്സണെ ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തെ വഞ്ചിച്ച് ചതിച്ച് പോയ പേഴ്സണ് യൂണിവേഴ്സ് കൊടുക്കുന്ന കർമ്മ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കർമ്മയാണ് എൻ്റെ വ്യൂവേഴ്സിനെ ചതിച്ച് പോയ അല്ലെങ്കിൽ പറ്റിച്ച് പോയ എൻ്റെ വ്യൂവേഴ്സിൻ്റെ സ്നേഹത്തെ എടുത്തു കൊണ്ടുപോയ പേഴ്സണ് കിട്ടുന്ന കർമ്മ എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിന് ലഭിക്കുന്ന കർമ്മ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കർമ്മങ്ങളാണ് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കർമ്മങ്ങളാണ് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കർമ്മങ്ങളാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ നേരിട്ട് കൊണ്ടിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിനെ ചതിച്ച് അവരുടെ സമാധാനത്തെ, ജസ്റ്റിസ്, അവരുടെ സമാധാനത്തെ എടുത്തുകൊണ്ട് പോയ വ്യൂവേഴ്സ് നേരിടുന്ന കർമ്മ എന്താണ്? നയൻ ഓഫ് പെൻറ്റിക്കിളാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോഡ്, ടു ഓഫ് കപ്പ്, ഫൈവ് ഓഫ് വാണ്ട്, ജസ്റ്റിസ്, നയൻ ഓഫ് പെൻറ്റിക്കിൾ. അവരുടെ ലൈഫിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികത്തിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിൽ അവരാരെങ്കിലും വിശ്വസിച്ച് കുറച്ച് സാമ്പത്തികം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തികം അവർക്ക് വലിയ നഷ്ടമായിരിക്കുന്നു. അവർക്ക് ചീറ്റിംഗ് ലഭിച്ചിരിക്കുന്നു. അടിയും വഴക്കുമൊക്കെ അവരുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു മദർ ഫിഗർ, ഓക്കെ, ഒരു സിംഗിൾ പേരൻ്റ് അവരുടെ ലൈഫിലുണ്ടെങ്കിൽ ആ സിംഗിൾ പേരൻ്റ് ഇപ്പം അവരുടെ, ചിലപ്പോൾ നിങ്ങളായിരിക്കും സിംഗിൾ പേരൻ്റ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഫീമെയിൽ ക്യാരക്ടർ അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവരുടെ എല്ലാ കാര്യങ്ങളും അവരെ നിയന്ത്രിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെയാണ് അവർ പോകുന്നത്. ഏതെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് അവരേതെങ്കിലും സ്നേഹത്തെയാണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ സിംഗിൾ പേരൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളായിരിക്കും സിംഗിൾ പേരൻ്റ്. ഓക്കെ, കുട്ടികളുമായിട്ട് ബന്ധമുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവർ നിങ്ങളെ വിട്ട് അൺകണ്ടീഷണലായിട്ട് സ്നേഹമാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്നേഹമാണ് എന്ന് പറഞ്ഞ് പോയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് അടിയും വഴക്കുമാണ് നടക്കുന്നത്. അവർ ആഗ്രഹിച്ച് ചെന്നതൊന്നും അവർക്കവിടെ ലഭിച്ചില്ല. അവർക്ക് ലഭിക്കുന്നത് മൊത്തം ഇഗ്നോറൻസും അവരുടെ ലൈഫിൽ അവർ നേരിടുന്ന ഒരുപാട് മെൻ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് അവരുടെ ലൈഫിൽ അവരിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രോത്ത് കിട്ടുമെന്ന് വിചാരിച്ച് പോയിരുന്ന സ്ഥലത്ത് നിന്നൊക്കെ അവർക്ക്
ഗ്രോത്ത് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പെൻഡിക്കിളിൻ്റെ നഷ്ടമാണ് ഒരുപാട് വന്നിരിക്കുന്നത്. അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പെൻഡിക്കിളിൻ്റെ കാര്യങ്ങൾ, ആ ജഗ്ലിങ് സിറ്റുവേഷനും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് അവർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സാമ്പത്തികമായിട്ട് ചിലപ്പം ഈ ഒരു തേർഡ് പാർട്ടിയിൽ ഒരുപാട് സാമ്പത്തികത്തെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സെക്യൂർ ആകും, അവരുടെ ലൈഫ് സെറ്റിലാകും എന്നുള്ള രീതിയിൽ പോയതായിരിക്കാം. പക്ഷേ ലഭിച്ചതെന്ന് പറഞ്ഞാൽ ഫൈവ് ഓഫ് വാണ്ടാണ്. നല്ല രീതിയിലുള്ള കോൺഫ്ലിക്ട്സും അടിയും വഴക്കും ഒക്കെയാണ്. അവർക്ക് സമാധാനമില്ല. അവരിപ്പം മറ്റൊരാളിൻ്റെ അടിമയെ പോലെ, അല്ലെങ്കിൽ അടിമയെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വേറൊരു ചിന്ത വരും, ഇപ്പം ഈ കാലത്ത് ആരെങ്കിലും അടിമയാവുമോ എന്ന്. കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഈ വാക്ക് അടിമ എന്ന് പറയുമ്പോഴത്തേക്കും ചില വാക്കുകൾക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ഓക്കെ, അവർക്ക് തിരിച്ചൊന്നും പറയാൻ വയ്യാതെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തെയാണ് ഞാനിവിടെ അടിമ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പണ്ട് കാലത്ത് ചങ്ങലയെ കെട്ടിക്കൊണ്ട് വന്ന് നിർത്തി പണിയെടുപ്പിക്കുന്ന അടിമയല്ല ഞാനിവിടെ പറയുന്നത്. ഓക്കെ, കുറച്ച് പ്രാസം ഒപ്പിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അവരിപ്പം അവരുടെ നിയന്ത്രണത്തിൽ, കാരണം അവർ പറയുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയോടൊപ്പം പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ സക്സസ് ആണ് എന്നവർ ചിന്തിച്ചിരുന്നു. അവർക്ക് വിജയം ലഭിക്കും, അവരുടെ ജീവിതം വിജയത്തിലേക്ക് പോകും. 6 ഓഫ് വാണ്ടാണ് അതിനെ 2 ഓഫ് കപ്പിനെ ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അവരങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അവർക്ക് ലഭിച്ചതോ 5 ഓഫ് സോഡാണ്. 5 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് ദ മൂണാണ്. അവർക്ക് ലഭിച്ചത് ഒരുപാട് സങ്കടങ്ങൾ, നെഗറ്റിവിറ്റിയും കാര്യങ്ങളുമാണ്. അവരുടെ ലൈഫ് ഒരിക്കലും ബാലൻസിൽ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അത് നടക്കുന്നില്ല. ദ മൂണാണ് 5 ഓഫ് വാണ്ടിനെ ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത് ദ മൂണാണ്. ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാം, നെഗറ്റീവ് കാർഡാണ്. അവർക്ക് ഒരു വിധത്തിലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു നിമിഷത്തിൽ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു വിധത്തിൽ സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അവർക്ക് ബാലൻസിങ് കിട്ടുന്നില്ല. അവരുടെ ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം അവരുടെ കയ്യിൽ വന്നിട്ട് നഷ്ടമായി പോകുന്ന അവസ്ഥയാണ് അവർക്ക് ലഭിക്കുന്നത്. ചിലപ്പം എല്ലാം കിട്ടുന്നുണ്ട്, ഓഫറൊക്കെ അവരുടെ മുമ്പിൽ വരുന്നുണ്ട്. ഒരു ജോലിയുടെ കാര്യത്തിൽ തന്നെയാണെങ്കിലും അതിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പിൽ വരുന്നുണ്ട്. പക്ഷേ അത് അവരുടെ കയ്യിൽ നിന്ന് ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് വന്നിട്ട് അത് നഷ്ടമായി പോകുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ നിന്നും ഇപ്പം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മ. അവർ തേർഡ് പാർട്ടിയോടൊപ്പം, നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയോടൊപ്പം പോയത് ഒരുപാട് സ്നേഹവും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് സക്സസ് ആണ്, എൻ്റെ ലൈഫിൽ വിജയങ്ങളാണ് ഇനി വരാൻ പോകുന്നത്, ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സക്സസ് ലഭിക്കും എന്ന് പറഞ്ഞ് ചെന്നതാണ്. ഓക്കെ, അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ അവർ വലിയ വിലയൊന്നും കൊടുത്തില്ല. കാരണം നിങ്ങളുടെ പേഴ്സണെ അവർ ഭരിച്ചു, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാക്കി വെച്ചിരുന്നു. ആ വ്യക്തിക്ക് ഒരു വിധത്തിലും ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ സിംഗിൾ പേരൻ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളായിരിക്കും സിംഗിൾ പേരൻ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും സിംഗിൾ പേരൻ്റ്. ഓക്കെ, അവർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫെമിനൻ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ മസ്കുലൻ എനർജി ആയിരിക്കാം. രണ്ടും ഒരു വ്യക്തിയിൽ തന്നെ കണ്ടെന്നിരിക്കും. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 25 ആണ്. ഒരുപാട് ബാലൻസിങ്ങിൽ കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിച്ചെങ്കിലും അവർക്ക് സംഭവിച്ചത് ദ മൂണും 5 ഓഫ് വാണ്ടുമാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത്. ഓക്കെ, 5ൽ അവർക്ക് ലക്ക് ഉണ്ടാകും, ഗ്രോത്ത് ഉണ്ടാകും എന്നൊക്കെ അവർ വിചാരിച്ചു വന്നത് 5 ആണ്. 5 നമ്പർ എന്ന് പറഞ്ഞാൽ ലക്ക്, ഗ്രോത്ത്, ഇതെല്ലാം വിചാരിച്ചാണ് അവർ വന്നത്. പക്ഷേ ലഭിച്ചതോ ദ മൂണാണ്. അവർക്ക് ദുഃഖങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അവർക്ക് സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാവുകയും ബാലൻസ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു അവരുടെ ലൈഫിൻ്റെ. ഓക്കെ, അവർക്കുണ്ടായിരുന്ന എല്ലാ നന്മകളും അവർക്ക് നഷ്ടപ്പെട്ടു. ഇതാണ് അവരുടെ കർമ്മയായിട്ട് ലഭിക്കുന്നത്. ദ കിങ് ഓഫ് പെൻഡിക്കിൾ.
അവർ എന്തെങ്കിലും ഒരു ഓഫറിന് വേണ്ടിയിട്ട് അവർ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു. അവരുടെ വഴിയെല്ലാം സ്റ്റോപ്പായിരിക്കുന്നു. മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം അവരിപ്പം നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അവരുടെ സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളും അവർക്ക് വന്നുകൊണ്ടിരുന്ന ജോലി, ഇപ്പം നല്ല രീതിയിൽ ജോലി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടി ലൈഫിലേക്ക് വന്നതിന് ശേഷം ആ ജോലി വരുമാനം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയി. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ അടുത്തോട്ട് ഒരു ഓഫറുമായിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരിക്കലും ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്തായിരുന്നാലും ലഭിച്ചിരുന്നിട്ടില്ല. നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചാണ് അവർക്ക് ഓഫറും കൊടുത്ത് അങ്ങോട്ട് പോയത്. പക്ഷേ ലഭിച്ചത് നിങ്ങളുടെ തേർഡ് പാർട്ടി ഒരിക്കലും ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിരുന്നില്ല. കാരണം ആ ഒരു കയ്യിലിരിക്കുന്ന കപ്പിലേക്കൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരുന്നു അവരുടെ ശ്രദ്ധ കൂടുതലും ഉണ്ടായിരുന്നത്. അവരുടേതായ ലോകത്ത് അവരുടേതായ ബിൽഡിങ് കെട്ടിപ്പടുക്കുന്നതിനും അവരുടേതായ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനും കാര്യങ്ങൾക്കുമാണ് അവർ പ്രയോറിറ്റി കൊടുത്തിരുന്നത്. ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ കൊടുത്തിരുന്ന ഓഫറിനോ ആ ഒരു കപ്പിനോ ഒന്നും അവർ യാതൊരു വാല്യൂവും കൊടുത്തിരുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഏതെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുകയായിരിക്കും. സാമ്പത്തികമായിട്ട് തന്നെയാണ്, സാമ്പത്തിക കേസിൽ ഏതെങ്കിലും കേസുകളിൽ ബന്ധപ്പെട്ട് കിടക്കുകയായിരിക്കും. അവർക്ക് കേസ് വന്നിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള കേസോ അങ്ങനെ എന്തെങ്കിലും അവരുടെ ലൈഫിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ ജസ്റ്റിസിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. 2 ആണ് നമ്പർ വന്നിരിക്കുന്നത്, 11 നമ്പർ 2 ആണ് വന്നിരിക്കുന്നത്. 2 വീണ്ടും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മൂണിൻ്റെ കാർഡാണ്. അപ്പ് ആൻഡ് ഡൗൺ ആണ്, നെഗറ്റീവ് പോസിറ്റീവും കൂടി മിക്സ് ആയിട്ടുള്ള ഇമോഷണലാണ് വന്നിരിക്കുന്നത്. അവർ പ്രാർത്ഥനയിലാണ്. സാമ്പത്തികപരമായിട്ട് അവർക്ക് നല്ല രീതിയിൽ ലോസ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കർമ്മ അവർക്കിപ്പോൾ സംഭവിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ലോസാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ജസ്റ്റിസിന് ക്ലാരിഫൈ ചെയ്ത് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അവർ ദ ജസ്റ്റിസ് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ. അവർ എന്ത് കർമ്മയാണോ ചെയ്തത്, കാരണം ഈ ചക്രത്തിൻ്റെ മുകളിൽ ഈ ഇരിക്കുന്നത് നമ്മുടെ ലൈഫാണ്. ഈ ലൈഫിൽ കറങ്ങി വരുന്നുണ്ട്. ഈ കറങ്ങി വരുന്നത് നമ്മളുടെ ഈ ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മയാണ്. നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതും, മോശം കാര്യം ചെയ്തു കഴിഞ്ഞാൽ മോശവും കിട്ടുന്ന രീതിയിലുള്ള ഒരു കർമ്മയാണ് ഈ ചക്രത്തിന് മുകളിൽ കയറിയിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ ആ ഒരു ഇവിടെ കാണുന്ന 4 സൈനുകൾ, ഇവിടെ 4 സൈനുകൾ കാണാൻ കഴിയും. വാട്ടർ സൈന്, ഓക്കെ, വാട്ടർ, എർത്ത്, എയർ, ഫയർ സൈന്. ഈ 4 സൈനുകളും ഇവിടെ ഇരിക്കുകയാണ്. ഇതിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലാതെ വീൽ ഓഫ് ഫോർച്യൂൺ നമ്മളുടെ വൈറ്റ് കാർഡിൽ നോക്കിയാൽ അറിയാൻ കഴിയും. ആ ഒരു ചക്രത്തിൻ്റെ 4 ചുറ്റും ആൾക്കാർ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകളെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളോട് കാണിച്ചിട്ടുള്ള നിങ്ങളുടെ സ്നേഹത്തെ അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ച ചതി, നിങ്ങൾ ജോലി ചെയ്ത പൈസകൾ അവർ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസയാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പെൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും, നിങ്ങളെ മൈൻഡ് ഗെയിം കളിച്ച് നിങ്ങളിൽ നിന്ന് അപഹരിച്ച് കൊണ്ടുപോയ പണം ഒന്നാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് 100 അപ്പോൾ ആ ഒരു കർമ്മയിലോട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മൊത്തം എഴുതപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം പോലും, ഒരു ചെറിയൊരു ചലനം പോലും തള്ളിക്കളയുന്നതല്ല യൂണിവേഴ്സ്. എന്തെങ്കിലും നേരായ രീതിയിലല്ല ജീവിതത്തിൽ നടക്കുന്നതുണ്ടെങ്കിൽ അത് നമ്മൾ അനുഭവിച്ച് മുന്നോട്ട് പോയേ മതിയാകൂ എന്നുള്ളതാണ്. ഏതോ 2 സിറ്റുവേഷനിൽ അവർ പെട്ടിരിക്കുകയാണ്. കേസിലും കേസിൽ പെട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കൂടുതലും അറിയുന്നത്. കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. ഓക്കെ, ജസ്റ്റിസിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ജസ്റ്റിസ് കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യം കാലം തീരുമാനിക്കും. അവർ ഏത് രീതിയിലാണോ നിങ്ങളോട് പ്രവർത്തിച്ചത് ആ പ്രവൃത്തിയുടെ കർമ്മഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഓക്കെ,
നിങ്ങളുടെ പേഴ്സൺ ഒരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുകയാണ്. അവർക്കിപ്പം രണ്ട് സിറ്റുവേഷനെ കുറിച്ചും അവർക്ക് ചിന്തിക്കാൻ വയ്യ. അവർക്ക് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു ചിന്തയിലാണ്. അവരെന്തായാലും നാട് വിടാനുള്ള ഒരു പ്ലാനിലാണ്. അവർ നാട്ടിൽ നിൽക്കുന്നത് തന്നെ അവർക്കിപ്പോൾ അപമാനമായിട്ട് തോന്നുന്നു. അവരെന്തായിരുന്നാലും ഒരു യാത്രയ്ക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. ഓക്കെ, അവരുടെ ജീവിതത്തിൽ രണ്ട് സിറ്റുവേഷൻ അവരെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു, എങ്കിലും അവർക്കിപ്പോൾ ഗ്രോത്തിൻ്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അവർ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നു ആ സിറ്റുവേഷനിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ ഒരു മാറ്റം അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ വീൽ ഓഫ് ഫോർച്യൂൺ ചുറ്റിയിരിക്കുകയാണ്. അവർക്ക് അവരുടെ കർമ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് 9 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ സത്യമായ സ്നേഹത്തെ വിട്ട് അവരെ ചതിക്കാനായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വന്ന് അവർക്ക് അത്രത്തോളം പെയിൻ കൊടുത്തു പോയ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കർമ്മ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 9 ഓഫ് പെൻഡിക്കിൾ എന്താണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ദ ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. അവർക്കൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. ഇതുവരെ വന്നിരുന്നതിൽ ഒരു മാറ്റം. അവർ ഏറ്റവും ബെറ്ററായിട്ട് പണമാണ്, അല്ലെങ്കിൽ ഇത്രയും സൗന്ദര്യമുള്ള വ്യക്തിയാണ്, ഇത്രയും ഒരുപാട് പണമുള്ള വ്യക്തി, ഒരുപാട് റിച്ച് ആയിട്ടുള്ള ലേഡി, അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ ആകാം. ഇതിലേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഒരുപാട് സ്വത്തുക്കളുള്ള വ്യക്തികളാണെന്ന് വിചാരിച്ചു. അവരുടെ ലൈഫിൽ ഒരുപാട് റിച്ചായിട്ട് ഉള്ള കാര്യങ്ങൾ ഉണ്ട്. അവരുടെ കുടുംബപരമായിട്ടും അവർ ഭയങ്കര ആൾക്കാരാണ്. അങ്ങനെ ഒരു ആളുമായിട്ടൊരു റിലേഷൻ കിട്ടുക തന്നെ ഏറ്റവും നല്ലതാണ് എന്ന് ചിന്തിച്ച് അവർ വിചാരിച്ചു ഭയങ്കര ഇതാണെന്നും പറഞ്ഞുകൊണ്ട് അവർ പോയി. കാരണം അത് ഒരു വാളായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. കാരണം അതിൽ വലിയ രീതിയിൽ അലങ്കരിച്ച്, കിരീടമൊക്കെ അലങ്കരിച്ച്, ഫ്ലവറൊക്കെ വെച്ച് നല്ല രീതിയിൽ വെച്ചിരുന്നു. പക്ഷേ അതൊക്കെ അഴിഞ്ഞു മാറുന്നൊരു സമയം അവരുടെ ലൈഫിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് ശരിക്കും അവർക്ക് നേരെയുള്ള ഒരു വാളായിരുന്നു എന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. 9 നമ്പറാണ്. അവർ സക്സസ്സും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് പോയതാണെങ്കിൽ ഇപ്പോൾ അവർക്കതെല്ലാം ഒരു വാളായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ടവറാണ് വന്നിരിക്കുന്നത്. ഇത് ടവറാണ് ഓവറോൾ എനർജി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഏസ് ഓഫ് സോഡിന് ശേഷം കണ്ടിരിക്കുന്നത് ടവറാണ്. ഏസ് ഓഫ് സോഡിന് ശേഷം കിട്ടിയിരിക്കുന്നത് ടവറാണ്. അവരുടെ ജീവിതത്തിൽ എല്ലാത്തിനും അവസാനം വന്നിരിക്കുകയാണ്. അവരെന്തിനൊക്കെ പണത്തിനാണോ പിറകെ പോയത്, അല്ലെങ്കിൽ ബ്യൂട്ടിയുടെ പിറകെയാണോ പോയിരിക്കുന്നത്, എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് ഏറ്റവും വലുതായിട്ടുള്ള പ്രശ്നമാണ് മേജർ ആർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. അവർ ചിന്തിക്കുന്നതിലും അധികമായി എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അധികമായിട്ട് അവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. വന്നിട്ടില്ല എങ്കിൽ വരാൻ പോകുന്നു. തേർഡ് പാർട്ടി നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് എന്ത് കർമ്മയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ലൈഫ് നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തിയിരിക്കുന്ന പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പെയിൻ തന്ന വ്യക്തിക്ക് എന്താണ് യൂണിവേഴ്സ് കൊടുത്തിരിക്കുന്ന കർമ്മ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന കർമ്മ എന്താണ്? അവർ പെൻഡിക്കിൾ തന്നെ അവരുടെ ജീവിതത്തിലും ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവരും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സാമ്പത്തിക പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് പണം കൊടുത്തു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പണം തന്നിരിക്കുന്നു. അതിൻ്റെ പേരിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള അടിയും വഴക്കും ഇപ്പം പണത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പണം ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് കൊടുത്തത് രേഖാപരമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രേഖാപരമായിട്ട് തന്നെ തിരിച്ച് കേസും കാര്യങ്ങളുമായിട്ട് തിരിച്ച് വാങ്ങുക എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി നിൽക്കുന്നത്. ഓക്കെ, എന്തായിരുന്നാലും അവർ ഏസ് ഓഫ് സോഡാണ്. വീണ്ടും ഏസ് ഓഫ് സോഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അവർക്ക് തന്നെ അതൊരു വാളായി മാറിയിരിക്കുകയാണ്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് അവരെന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഇൻഡ്യൂഷൻ പവറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അവർ ഇതിൽ നിന്ന് മൂവ് ഓൺ ആയി പോകും എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണെ വിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി പോകും. കാരണം അവിടെ സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളും അടിയും വഴക്കുമാണ് ഉണ്ടായിരിക്കുന്നത്. നഷ്ടങ്ങൾ, വലിയ വലിയ നഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്.
അവർക്ക് അതും മേജർ ആർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. ടവറും വന്നിട്ടുണ്ട്, ദ മേജർ ആർക്കാന കാർഡ്, ഫൂള് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, അവർക്ക് വലുതായിട്ടുള്ളൊരു കർമ്മ അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് ഇതുവരെയും ഇതായിട്ടില്ല. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ വരാനിരിക്കുന്നു. ദ എസ് ഓഫ് സോഡിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പണം പണം പണം, 9 ഓഫ് പെൻഡിക്കിൾ, വീണ്ടും പണമാണ്. പണത്തിൻ്റെ മേലിൽ അവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അവിടെ വീണ്ടും വന്നിരിക്കുന്നത് 9 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. പെയിനാണ്, ഒരുപാട് ഡിപ്രഷനിലും ഒക്കെയാണ് തേർഡ് പാർട്ടിയുടെ പണം പോയോ അതോ ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പണം പോയോ അതൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും രണ്ടുപേരുടെ ഇടയിലും നല്ല രീതിയിൽ തേർഡ് പാർട്ടിയുടെ അവസ്ഥ ഇപ്പം ഡിപ്രഷനാണ്, ഒരുപാട് ഡിപ്രഷനാണ്. തേർഡ് പാർട്ടിക്ക് ഉറക്കമില്ല, ഡിപ്രഷനിലാണ്. ചില ആൾക്കാർ മെൻ്റൽ പരമായിട്ടുള്ള ടാബ്ലറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്. അവർ പേഷ്യൻറ്റിനെ പോലെ ആയിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ബ്ലാക്ക് എനർജിയാണ് വന്നിരിക്കുന്നത്. അന്ധകാരത്തിലായിപ്പോയിരിക്കുന്നു അവരുടെ ലൈഫ്. ഇത് തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. ഓക്കെ, അവരുടെ കയ്യിൽ നിന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായിരിക്കുകയാണ്. 9 ഓഫ് പെൻഡിക്കിൾ, ഏറ്റവും നല്ല ഹാപ്പി. ഇവിടെയും പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് പെൻഡിക്കിൾ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കർമ്മ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയതാണ്. അവരുടെ ജീവിതത്തിൽ പെൻഡിക്കിൾ നഷ്ടമാണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും പണത്തിൻ്റെ പേരിൽ പരസ്പരം തല്ലുകൂടുകയാണ്. ഓക്കെ, ഇതാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കർമ്മയായിട്ട് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ദ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. കർമ്മ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. ദ ടവറും വന്നിട്ടുണ്ട്, ദ ഫൂളും വന്നിട്ടുണ്ട്. ഇത് രണ്ടും അവർക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള വാണിംഗ് ആണ് വന്നിരിക്കുന്നത്. ഫൂൾ കാർഡ് വന്നിരിക്കുന്നത് അവർക്ക് ഏറ്റവും വലിയ വാണിംഗ് ആണ് വന്നിരിക്കുന്നത്. ദ ടവറും വന്നിട്ടുണ്ട്. ഓക്കെ, ടവറും ഓവറോൾ എനർജിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അവരുടെ ജീവിതത്തിൽ ടവർ പൂർണ്ണമായിട്ട് സംഭവിച്ചിട്ടില്ല, സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. ഓക്കെ, ദ ഫൂൾ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കർമ്മ. കർമ്മയല്ല, നിങ്ങളെ വിട്ടു പോയതിൽ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾ. കർമ്മ എന്ന് പറഞ്ഞ് നമുക്കിത് റീഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയും കൂടി ഒന്ന് നോക്കാം. എന്തായാലും നിങ്ങളുടെ എനർജിയും കൂടി ഇതിൻ്റെ അകത്ത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ് ഇപ്പോൾ ഈ ഒരു നിമിഷം? എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിലാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വ്യൂവേഴ്സിനുള്ളത്? പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിന് ഏറ്റവും അനുഗ്രഹപ്പെട്ട ഒരു കാർഡ് തന്നെ വരട്ടെ, അതിനെ ഗൈഡ് ചെയ്യാൻ എനിക്ക് കൃപ തരട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴുള്ള എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 7 ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പം നിങ്ങളുടെ പേഴ്സൺ ദ വേൾഡ്, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ വേൾഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ 21 നമ്പറാണ്, 3 നമ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നു. 3 നമ്പർ ആകുമ്പോൾ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയിപ്പം നിങ്ങളെല്ലാ കാര്യങ്ങളും ബാലൻസിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. നിങ്ങൾക്കിനി ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഇത് എൻ്റെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വറീഡില്ല. ഒരു അവസാനം മറ്റൊന്നിൻ്റെ തുടക്കമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും നിങ്ങളത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് നിൽക്കുകയാണ്. ദ വേൾഡ് കാർഡാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അത് ഓവറോൾ എനർജി, നിങ്ങളുടെ ഓവറോൾ എനർജി ഇതാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണ് ഇത്രയും നാളും നിങ്ങളെ ഡിഫെൻസീവ് മോഡിൽ വെച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ, ഇതുവരെ ബോർഡറൊക്കെ വെച്ച് നിങ്ങളെ അകത്തി നിർത്തിയിരുന്നെങ്കിൽ, ഇപ്പം നിങ്ങളുടെ പേഴ്സണെ ദൂരോട്ട് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ ഒരു വിവരങ്ങളും കിട്ടാത്ത വിധം എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പം എക്സ്പോസ് ചെയ്യുവാൻ, നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ പേഴ്സണെ അറിയിക്കുവാൻ
നിങ്ങൾക്ക് താല്പര്യമില്ല. കാരണം എന്ത് രീതിയിലാണോ ആ ഒരു റിലേഷൻ്റെ മേളിൽ നിങ്ങൾ നടന്നും വിഷമിച്ചും പ്രാർത്ഥിച്ചും എടുത്ത് മടുത്തിരിക്കുകയാണ്. കാരണം ആ ഇട്ടിരിക്കുന്ന വ്യക്തിയുടെ കാലിലെ ചെരുപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചും ക്ഷീണിച്ച് തളർന്നിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ. ആ ഫേസ് കണ്ടാൽ അറിയാം നിങ്ങൾ അത്രയ്ക്കും ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് കഴിഞ്ഞു. നിങ്ങൾ തളർന്നു. ഇനി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. കാരണം ആ 2 കാലിലെ ചെരുപ്പിൽ ഒരു കാലിലെ ചെരുപ്പ് നോക്കിയാൽ അറിയാം മൊത്തം നിങ്ങളത് കീറിപ്പറിഞ്ഞ് പോയിട്ടുണ്ട്. കാരണം അതിനു വേണ്ടിയിട്ട് നടന്നു. കാരണം ഈ ഒരു റിലേഷൻ നേരെ ആവുന്നതിന് വേണ്ടിയിട്ട് അത്രത്തോളം നിങ്ങൾ കാല് പിടിച്ചു നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ നിങ്ങളുടേതായ ഗ്രോത്തുകൾ നോക്കുന്നു, നിങ്ങളുടെ പേഴ്സണ് എതിരായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും അവരെ അറിയരുത്. നിങ്ങൾക്ക് തന്നെ ബോർഡർ വയ്ക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു വരമ്പ് വിട്ട് എൻ്റെ പരിയമ്പുറത്ത് കയറരുതെന്നൊക്കെ പറയുന്ന കണക്ക് ഇനി എൻ്റെ പുരയിടത്തിൽ കാല് കുത്തരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾക്കിനി വേണ്ട, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതിൽ കൂടുതലും നിങ്ങളുടെ കാര്യങ്ങൾ ഇനി ഒന്നും നിങ്ങളുടെ പേഴ്സൺ അറിയണ്ട എന്ന് നിങ്ങളിൽ പല വ്യക്തികളും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളും ഇതുവരെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിയിടുകയാണ്. ആ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ ആ നമ്പറൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അവർ വിളിക്കുമ്പോഴോ വരുമ്പോഴോ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് 7 ഓഫ് വാണ്ടിനെ കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 7 ഓഫ് വാണ്ടിനെ കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേജ് ഓഫ് പെൻഡിക്കിൾ. നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓഫർ. നിങ്ങൾ സണ്ണാണ് വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സണ്ണാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയുകയാണ്. നിങ്ങൾ ഇത്രയും നാൾ അന്ധകാരമായിരുന്നു, ഇത്രയും നാൾ നിങ്ങൾ നെഗറ്റീവായിരുന്നു, ഇത്രയും നാൾ നിങ്ങൾ ചില വിഷമഘട്ടങ്ങളിലായിരുന്നു. അതെല്ലാം മാറി നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു കാർമേഘത്തിനും നിങ്ങളെ ഒന്ന് മൂടാൻ കഴിയത്തില്ല. മൂടി കഴിഞ്ഞിരുന്നാലും അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്ത് വരുമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ സണ്ണും സൺഫ്ലവറും ഒക്കെ വന്നിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഗ്രോത്ത് ആയിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ ഓർക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ലക്ഷ്യം, ഇനി എന്താണ് എൻ്റെ ലക്ഷ്യം, എനിക്കിനി എന്തൊക്കെ ചെയ്താലാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് മറികടക്കാൻ കഴിയുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഓർക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള ഇവിടെ ഒരു അടി വരുന്നത്. കാരണം ഇത്രയും നാളും നിങ്ങൾ ചിന്തിച്ചിരുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ ഹാപ്പിയാണ് എന്നുള്ളൊരു ചിന്ത അവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി അഫർമേഷൻ നിങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലൈഫിനുള്ള സ്ട്രോങ് ബൂസ്റ്റ് നിങ്ങളാണ് ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിലെപ്പോഴും നിങ്ങളെ ചതിച്ചു, തേർഡ് പാർട്ടിയുമായിട്ട് ഹാപ്പിയാണ് അവരുമായിട്ട് സന്തോഷത്തിൽ പോകുന്നു. ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ അവർക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എനർജി നിങ്ങൾ യൂണിവേഴ്സിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ അവർ ഹാപ്പി കൂടിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ ദുഃഖം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങളത് മറുത്ത് ചിന്തിക്കുന്നു. യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലെസ്സിങ് കിട്ടിയിരിക്കുന്നു, നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അവിടെ എന്ത് സംഭവിച്ചിരുന്നാലും എന്നെ ബാധിക്കുന്നില്ല. എല്ലാം നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് യൂണിവേഴ്സിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തിരിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടി ഒരു വിരൽ പോലും അനക്കാതിരുന്ന വ്യക്തി ഇപ്പോൾ വലിയ വലിയ തടികളൊക്കെ എടുത്ത് പിടിച്ച് വേലി കെട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. അവനവന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങി. ആ നിമിഷം തൊട്ട് അവിടെ അടി തുടങ്ങി. കാരണം നിങ്ങളിവിടെ നിങ്ങളുടേതായ എനർജി, പോസിറ്റീവ് എനർജി ഇവിടെ താഴ്ത്തി വെക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോസിറ്റീവ് എനർജിയെല്ലാം പൊക്കി അടി തുടങ്ങി. കാരണം നെഗറ്റീവാണ്. നിങ്ങൾ ഇത്രയും നാൾ അവിടെ കൊടുത്തുകൊണ്ടിരുന്ന ബൂസ്റ്റ് തീർന്ന്
നിങ്ങളിപ്പോൾ പറയുന്നില്ല അവർ സന്തോഷത്തിലാണ് ദുഃഖത്തിലാണ് എങ്ങനെ വേണമെങ്കിലും പോട്ടെ എന്നുള്ള ഒരു നെഗറ്റീവ് ന്യൂട്രൽ മൈൻഡിലോട്ട് നിങ്ങൾ മാറി. നിങ്ങൾ ന്യൂട്രൽ മൈൻഡിൽ പോയപ്പോഴത്തേക്ക് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഇത്രയും നാൾ ബൂസ്റ്റായിട്ട് ഇരുന്ന കാര്യങ്ങളെല്ലാം വലിച്ചു പറിച്ച് അവിടെ അടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ എന്തായിരുന്നാലും എവിടെ പോയി, അതെവിടെ ഉണ്ട്, തേർഡ് പാർട്ടിക്ക് എന്തായിരുന്നാലും വളരെ പെയിനാണ്. അവർക്ക് ഒരുപാട് വേദനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയി ഇടപെട്ടു എന്ന് തന്നെ ആയിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ടവറാണ് വന്നിരിക്കുന്നത്. ഇത് വരാൻ പോകുന്ന ടവറും കൂടിയാണ്. കാരണം ഓവറോൾ എനർജിയാണ് ഇവിടെ. കാർഡ് വീണ് കിട്ടിയതല്ല, ഓവറോൾ എനർജിയിൽ കിട്ടിയതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ടവർ ഇനിയും ഈ ഒരു നയൻ ഓഫ് സോഡിൽ നിന്നും ഇനിയും അവർ വീണ്ടും താഴേക്ക് പോകാനുണ്ട്. ഓക്കെ, ഒരുപാട് താഴേക്ക് പോകാനുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ കാത്തിരിക്കുകയാണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ പേഴ്സൺ എഴുതിയിരിക്കുന്ന എല്ലാ കർമ്മകൾക്കും അതിനനുസരിച്ച് പലിശ സഹിതം തിരിച്ചു കൊടുക്കാൻ വേണ്ടി കണക്കപ്പിള്ള മുകളിൽ ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഇത് തന്നെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഇത് തന്നെയാണെങ്കിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവും. നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് ഒരു സണ്ണായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു എനർജി തന്നെ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടും തേർഡ് പാർട്ടിയോടും ക്ഷമിച്ച് നിങ്ങൾ മാറിയത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് വരുന്നത്. ആർക്കും മോശമായി സംഭവിക്കാൻ നമ്മൾ ചിന്തിക്കരുത്. കാരണം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ആദ്യം ചിന്ത വരുന്നത് നമ്മുടെ തലച്ചോറിലാണ്. നമ്മുടെ തലച്ചോറിൽ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ എനർജി പാസ് ചെയ്യുന്നത് നമ്മളിൽ തന്നെയാണ്. ഓക്കെ, ഒരു വിഷം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഓക്കെ, ആ വിഷം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ആദ്യം ആ വിഷം ഏൽക്കുന്നത് ആ ഉണ്ടാക്കുന്ന പാത്രത്തിലാണ്. അപ്പം നമ്മുടെ പേഴ്സണും തേർഡ് പാർട്ടിക്കും മോശം സംഭവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിഷം നമ്മുടെ മനസ്സിൽ അതങ്ങനെ വരട്ടെ, അവർ അനുഭവിക്കട്ടെ, അത് ചെയ്യട്ടെ, അവർക്ക് ആ ഒരു ജീവിതം അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള ശാപവാക്കുകൾ ഉണ്ടാക്കുന്നത് ആദ്യം നിങ്ങളുടെ തലച്ചോറിലാണ്. കാരണം നിങ്ങളുടെ തലച്ചോറാകുന്ന പാത്രത്തിൽ നിങ്ങൾ വേവിക്കുന്നതായ ആ വിഷം ആദ്യം ആ തലച്ചോറിനാണ് ആദ്യം ബാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു വിഷം വേവിക്കുന്ന തലച്ചോറാവാതെ അനുഗ്രഹം വേവിക്കുന്ന തലച്ചോറായി തീരട്ടെ. അപ്പോൾ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ലഭിക്കുക. അവരുടേതായ കർമ്മയിലേക്ക് പോട്ടെ. കാരണം അത് യൂണിവേഴ്സ് നോക്കിക്കോളും. ഒരിക്കലും നിങ്ങളുടെ ജോലിയല്ല മറ്റൊരാൾക്ക് കർമ്മ കൊടുക്കുക അല്ലെങ്കിൽ അവരെ ശപിക്കുക എന്നുള്ളതൊന്നും നമ്മളുടെ ജോലിയല്ല. അത് കൊടുക്കേണ്ടതും അത് എഴുതപ്പെടേണ്ടതുമായിട്ട് കണക്കപ്പിള്ള അവിടെ ഇരിപ്പുണ്ട്. ആ കണക്കപ്പിള്ള എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് എഴുതി കൊടുത്തോളും. നമ്മൾ ഒരിക്കലും മറ്റൊരാളിന് ശാപവാക്കുകൾ പറയാൻ നിൽക്കണ്ട. ഓക്കെ, നമ്മൾ ശാപവാക്കുകൾ പറയേണ്ട, നമ്മൾ അനുഗ്രഹ വാക്കുകൾ പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറാകുന്ന പാത്രത്തിൽ അനുഗ്രഹത്തിൻ്റെ പോസിറ്റിവിറ്റികൾ അവിടെ വരികയും നമ്മുടെ ബോഡിയും നമ്മളെ ചുറ്റുമുള്ളതും നമ്മൾ ചെല്ലുന്നിടവും നമ്മൾ സംസാരിക്കുന്നിടവും എല്ലാം അനുഗ്രഹമായി തീരും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ. തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കുന്ന എല്ലാ വിഷമങ്ങളും എല്ലാവരിൽ നിന്നും മാറിപ്പോകട്ടെ. ഒരു നല്ലൊരു പോസിറ്റീവ് ഊർജ്ജം തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് പടർന്നുകൊണ്ടിരിക്കട്ടെ. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു, എന്നോട് ക്ഷമിക്കുക. ഓക്കെ, എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.